Hi guys, good morning. Welcome to our new vlog. ഇന്ന് നമ്മൾ ഡേ 6 ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഡേയ്സ് ഒന്നും കണക്കില്ല. നമ്മൾ പോകുന്ന ഷെൻസൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ചൈനയിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുമെങ്കിൽ പോകേണ്ട ഒരു സ്ഥലമാണ് ഷെൻസൻ. ബിക്കോസ് അവർ പറയുന്ന മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി ഇൻ ദ വേൾഡ് ആണ്. ഇപ്പോൾ വേൾഡിൽ മറ്റേ US സിലിക്കോൺ വാലി എന്ന് പറയുന്ന അതിനെയും കാട്ടി ഇന്നോവേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഷെൻസൻ. ആൻഡ് നമുക്ക് ഈ ടെക്നോളജിയും അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ആ ഒരു സിറ്റിയുടെ ബ്യൂട്ടി, ഇറ്റ് വാസ് എ ഫിഷിംഗ് വില്ലേജ്. ഒരു 30-40 വർഷം മുമ്പ് വെറും ഒരു ഫിഷിംഗ് വില്ലേജ് ഇന്ന് ഇറ്റ് ഇസ് എനിക്കൊന്ന് വേൾഡിൽ വേറെ ഒരു സ്ഥലവും ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആയി കാണില്ല. ആൻഡ് അത്രയും മോഡേൺ ആണ്. ആൻഡ് വേൾഡിലെ ലാർജസ്റ്റ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് അവിടെയാണ്. എന്നും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ബിസിനസ് തുടങ്ങണം എന്നോ അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സ് കാണാം, 1-2 ആയിട്ട് വാങ്ങാം. ആൻഡ് ഇറ്റ്സ് എ ഫിനോമിന. അതുപോലെ ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. കുറേ പാർക്സ് ഉണ്ട്, വെരി ക്ലീൻ, മോഡേൺ, ഫ്യൂച്ചറിസ്റ്റിക്, നൈറ്റ് ലൈഫ്, അങ്ങനെ പല സംഭവമുണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. പിന്നെ ആരും ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ടില്ല. സോ എല്ലാവരുമായിട്ട് ഞാൻ വിചാരിച്ചു ബുള്ളറ്റ് ട്രെയിനിൽ തന്നെ പോകാമെന്ന്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് 2 പേര് കാനഡയിൽ നിന്ന്, ഒരാൾ ഞാൻ പറഞ്ഞ പോലെ ദുബായിൽ നിന്ന്, ഒരാൾ സിംഗപ്പൂരിൽ നിന്ന്. എല്ലാവരുടെയും ശരിക്കും ബാക്ക് സ്റ്റോറി നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര ക്ലോസ് ആവുമല്ലോ, ഒരു ചെറിയ ഗ്രൂപ്പല്ലേ. ഇറ്റ്സ് സോ ഇൻസ്പയറിങ്. ഞാൻ ആരുടെയും വെളി പറയുന്നില്ല, ബിക്കോസ് ആ ഒരു ഗുഡ് ഫെയ്ത്ത് നമ്മുടെ ഇടയിൽ പറഞ്ഞാണല്ലോ. പക്ഷേ എല്ലാവരും ലൈക്ക് ബോൺ റിച്ചോ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ട് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ട് ബോണോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും മുറുകി പണിയെടുത്ത്, സാധാരണക്കാർ പണിയെടുത്ത് എല്ലാവരും ഓൾമോസ്റ്റ് വേർ ദേ വോണ്ട് ടു ബി അറ്റ് ദെയർ ഏജ്, ആ ലെവലിൽ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. ഐ എം സോ ഇൻസ്പയർഡ് ആൻഡ് പ്രൗഡ്. സത്യം പറയുമ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഐ ബി എ ന്യൂ പേഴ്സൺ. അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തത്. സാധാരണ എവ്രി വൺ ഇസ് ഫ്രം നോർമൽ ഫാമിലീസ്, സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞ ഗോഡ് ഫാദേഴ്സോ മില്യണർ ഫാമിലീസിലോ ബോണൊന്നുമല്ല. പക്ഷെ വാട്ട് ദീസ് പീപ്പിൾ ഹാവ് അച്ചീവ്ഡ് നോ, ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് സത്യമായിട്ട്. ഐ മീൻ ഇതുവരെ ട്രാവൽ ചെയ്യുന്നതിനും കാട്ടി ഒരു കുറേ കാര്യങ്ങൾ പഠിച്ച ഒരു ട്രാവലാണ് ഈ ഒരു ഗ്രൂപ്പിനോട് ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവരുടെയും പെർമിഷൻ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസ് പറയാം. ഓക്കെ, സോ നേരെ ടു ഷെൻസൻ. നല്ല ദിവസമാണെന്ന് അറിയോ ഇന്നൊന്നൊന്ന് നടക്കാനൊക്കെ ആയിട്ട്. നമ്മൾ സമയത്ത് കറക്റ്റായിട്ട് ഇറങ്ങിയപ്പോൾ 9:05. ഞാൻ ഇത് ഇവിടുന്ന് വാങ്ങിയാണ്. നാട്ടിൽ 6000-ഓ 5000-ഓ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഷവോമി ബാൻഡ് 10 ഇവിടെ 2500 രൂപ. സോ നമ്മൾ ഇവിടുന്ന് തന്നെ നേരെ മെട്രോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനകത്ത് പോവും. അവിടെ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് നേരെ ഷെൻസനിലേക്ക്. എല്ലാവരും രാവിലെ തന്നെ നടന്ന് ഏകദേശം 1.5 കിലോമീറ്റേഴ്സിന് അടുത്തുണ്ട്. മെട്രോൻ്റെ അകത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ഹോട്ടലിൽ അടുത്ത് തന്നെയാണ് മെട്രോ, അതൊരു 200 മീറ്റർ കണ്ടുള്ളൂ. അതിന് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെയുള്ള നടത്തം, എനിക്കൊന്ന് ട്രെയിൻ കയറുമ്പോഴേക്കും ഒരു 2 കിലോമീറ്റർ മോർണിംഗ് വാക്ക് സെറ്റായിരിക്കും. മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകല്ലേ, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ തന്നെ മോള്, മെട്രോയിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഇത് അണ്ടർഗ്രൗണ്ടാണ്, അത് മോള്. ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ട് ഫുൾ ഷോപ്സ്, ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട്. അതേ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ വേറെ ലെവൽ. ഇതൊക്കെ നമ്മൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു സ്കെയില് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കയറുന്നതിന് മുമ്പ് മസ്റ്റായി ചെയ്യേണ്ട ട്രെയിൻ ജേർണി എൻജോയ് ചെയ്യണമെങ്കിൽ സ്നാക്ക് വാങ്ങുക. അതിൻ്റെ അകത്ത് തന്നെ കാണും. എസ്പെഷ്യലി ഇതിൻ്റെ അകത്തുനിന്ന് വാങ്ങി നമുക്ക് എന്തെങ്കിലും യുണീക്ക് സ്നാക്സ് ഒക്കെ വാങ്ങും. നമ്മുടെ സ്റ്റേഷൻ്റെ അകത്ത് കാണും. ഇതെനിക്കൊന്ന് ക്രിസ്പി പോർക്കോ റൈസ് ക്രാക്കേഴ്സ്, അങ്ങനെ പല സീവീഡ്, ചിപ്സ്, ലേസ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷേ സ്നാക്സ് വാങ്ങാതെ ട്രെയിനിൽ കയറാതിരിക്കുക. ട്രെയിനിലെ കറക്റ്റ് ടൈം നമുക്ക് ബോർഡിങ് ഇപ്പം 10:18 ട്രെയിൻ പോകുന്നത്. കറക്റ്റ് ഒരു 12 മിനിറ്റ് മുമ്പേ അവർ തുറക്കുകയുള്ളൂ കേട്ടോ. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. നേരത്തെ പോയി നമുക്ക് പ്ലാറ്റ്ഫോമിലൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഷെൻസൻ നമ്മുടെ പ്ലാനിലില്ലായിരുന്നേ, പക്ഷേ എല്ലാവർക്കും ഒന്ന് പോകണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആർക്കും ഇവർക്ക് വലിയ പർച്ചേസ് ഇല്ല. പർച്ചേസ് ഇനി ഒരു ചേട്ടനുള്ളൂ, അത് നമ്മൾ വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. ഇതിവിടെ ആയതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്റേഴ്സൊക്കെ ഒരു ദിവസം തന്നെ പോയിട്ട് വരാനൊക്കെ പാടല്ലേ. ബുള്ളറ്റ് ട്രെയിൻ ഉള്ളതുകൊണ്ട് അതും സംഭവിക്കും. ചൈനയിൽ 150 കിലോമീറ്റർ 55 മിനിറ്റ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കാർ നമ്പർ 6 ആണ്. നിങ്ങൾ ട്രെയിൻ വിടാറാവുമെങ്കിൽ കറക്റ്റ് സ്ഥലത്തൊന്നും കയറാൻ നിൽക്കണ്ട, അകത്ത് കയറിയിട്ട് പിന്നെ നമ്മുടെ കോച്ചും ബാക്കിയൊക്കെ കണ്ടുപിടിച്ച് പോവുക. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ 4 ആണ്, ABC. ഇവിടെയാണ് കറക്റ്റ് ഒരു ഫുൾ റോ കിട്ടി. ഈ ട്രെയിനിന് മറ്റേ പ്രോപ്പർ ഡൈനിങ് കാർട്ടും ഉണ്ട് കേട്ടോ. സോ നമുക്ക് വേണമെങ്കിൽ നല്ല ചായയും ചൈനീസ് സ്നാക്സും ഫുഡും ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയായി കഴിച്ചുകൊണ്ട് നമുക്ക് വ്ളോഗും ചെയ്യാം. വ്ളോഗല്ല, ട്രാവൽ എൻജോയ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ഷെൻസനിലേക്ക് പോവാണ്. എനിക്കൊന്ന് ഇത് നമുക്ക് ശരിക്കും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കാണെങ്കിൽ ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. നമ്മളിവിടെ സ്നാക്സും വാങ്ങി ഏകദേശം 150 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ കവർ ചെയ്യുന്നത്. ആൻഡ് ബുള്ളറ്റ് ട്രെയിൻ ഇവരാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും നല്ല വ്യൂ ആണ്. നമ്മൾ ഈ ഒരു 1.5 hours ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് ഗ്രാമങ്ങൾ അതുപോലെ തന്നെ മെഗാ സിറ്റീസ് എല്ലാം ഇതിൻ്റെ ഇടയിൽ കാണാം. ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് 200 കിലോമീറ്ററിലാണ് പോകുന്നത്. എന്നിട്ട് ആ വെള്ളം പോലും അനങ്ങുന്നില്ല. അത്രയും കംഫർട്ടബിളാണ് ഈ ജേണി. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന സ്നാക്സ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ആൻഡ് ഒരു ഇതുപോലെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏരിയ പോകുമ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം. പിന്നെ ഇപ്പം നമ്മൾ സിറ്റിയുടെ ഔട്ട്സ്കർട്ട്സ് പോയി ഇതൊക്കെ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സാണ്. ഇവിടെ നിന്നാണ് ഈ ട്രെയിനിലേക്ക് ലോഡ് ചെയ്യുന്നതുകൊണ്ട് റോഡിലേക്ക് ലോഡ് ചെയ്യുന്ന സംഭവമുണ്ട്. സോ ഒരുപാട് ഡിഫറെൻറ്റ് കാഴ്ചകൾ കാണാം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ക്രീംസ് ഒക്കെ വരും. വളരെ ഒത്തൻറ്റിക് ആയിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് സാധനങ്ങളാണ് ഇവിടെ വെക്കുന്നത്. ഇത് ഞങ്ങൾ വാങ്ങി 3 പേര് വാങ്ങി ഞങ്ങൾ. എൻ്റെ കയ്യിൽ അവർ കയ്യിലൊക്കെ വന്ന് ഇട്ട് തരുന്നത്. ഇതാണ് എനിക്ക് ചൈനക്കാർ. നമുക്ക് ഈ ചൈനക്കാർക്ക് എനിക്കൊന്ന് ഈ റേസിസം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഷെൻസനിൽ എത്തിയപ്പോഴേക്കും ലാൻഡ്സ്കേപ്പ് മാറി. കംപ്ലീറ്റ് ഹൈ റൈസ് മോഡേൺ ബിൽഡിങ്സ്. അത് കുറച്ചൊരു ഹോങ്കോങ്ങിൻ്റെ ഒക്കെ ഒരു ലുക്ക്. ജസ്റ്റ് ഒരു 1 hour 10 minutes എടുത്തു നമ്മൾ ഷെൻസൻ സ്റ്റേഷനിലെത്തി. ഇനി നേരെ നമ്മൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലേക്ക് പോവാണ്. സ്റ്റേഷനിൽ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെട്രോ വരെ ഇതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇത് എല്ലായിടത്തും ഇങ്ങനെയാണ് കേട്ടോ. അതേ പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. നേരെ വെളിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടാക്സീസൊക്കെ കിട്ടും. മെട്രോയിലേക്ക് പോകണമെങ്കിൽ നേരെ ഇവിടെ തന്നെ പിടിച്ചാൽ മതി. ഞാൻ മെട്രോ പിടിച്ചു കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റും എത്തും. അങ്ങനെ ഷെൻസന്റെ മെയിൻ ഏരിയ എത്തി. ഇത് കാണുന്നത് തൊട്ട് അങ്ങോട്ട് എല്ലാം ഇലക്ട്രോണിക്സ് ആണ്. നമ്മൾ മെയിൻ മാർക്കറ്റിലാണ് പോകുന്നത്. ആർക്കൊന്നും ചിലപ്പോൾ വാങ്ങില്ലായിരിക്കും, പക്ഷെ എന്താ സംഭവം എന്ന് അവരെല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. അതിനാണ് നമ്മൾ ഷെൻസനിൽ ഇവിടെ വരെ ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് വന്നിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെൻസൻ്റെ വലിയൊരു ഐഡിയയിൽ ഒരു തവണയും വന്നിട്ടുള്ളൂ. പക്ഷേ ഏരിയാസ് അറിയാം. അപ്പോൾ എല്ലാവരെയും അകത്ത് കയറ്റി ഒന്ന് ജസ്റ്റ് അവർ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. സ്ഥലം മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. സോ ഒരാൾക്ക് കപ്പാസിറ്റേഴ്സും മൈക്രോ ചിപ്സും അങ്ങനത്തെ സ്ഥലമൊക്കെയാണ്. അതല്ലാതെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഓരോരോ മാർക്കറ്റിലായി നമുക്ക് കയറി ഇറങ്ങാം. ഒരാൾക്ക് വരണം എന്ന് പറഞ്ഞ് വന്നതാണ്. സോ ഇത് പ്രൊഡക്ട്സിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ കപ്പാസിറ്റേഴ്സും അതുപോലെ എന്തൊക്കെയോ മറ്റേ ചിപ്സും പിന്നെ ഇതുപോലത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. എന്തായാലും നമുക്കറിയാവുന്ന മറ്റേ പവർ ബാങ്ക്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമുണ്ട്. ആ ഏരിയയിലേക്ക് ഒരാൾ ഇവിടെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, LED ലൈറ്റ്സും സംഭവങ്ങളൊക്കെ. വേറൊരു കാഴ്ച എന്താ അറിയോ, ഈ സ്കൂട്ടേഴ്സ് കുറേ ഉണ്ട്. ഇത് ആക്ച്വലി കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു ഫിനോമിനാണ്. ഇത്രയും സ്കൂട്ടേഴ്സ് ഇവിടെ വെക്കാനൊന്നും സ്ഥലമില്ല. ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കും. ഇതൊക്കെ റണ്ണിങ് ആൾക്കാരുടെയാണ്. എനിക്കൊന്ന് കുറച്ച് നാൾ കഴിഞ്ഞെടുത്ത് കളയും. കാരണം അത്രയും ചീപ്പായിരിക്കും ഇവിടെ. അല്ല നമ്മുടെ ഒരു യൂസ് ആൻഡ് ത്രോ പ്രൊഡക്റ്റ് പോലെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഫുൾ ഷോപ്സ് ആണ്. കംപ്ലീറ്റ് ഏരിയ, ഈ ഒരു മാർക്കറ്റ് ഏരിയയുടെ ഇത് ലക്ഷക്കണക്കിന് ഷോപ്സാണ്. ആയിരക്കണക്കിന് പോലും ആയിരിക്കും, ലക്ഷക്കണക്കിന് ഷോപ്സാണ് ഇവിടെ ഉള്ളത്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ അവിടെ കണ്ടില്ലേ ആ മരം, ആ മരത്തിന് അവിടെയുള്ള മെട്രോ സ്റ്റേഷൻ കണ്ടാൽ തോന്നുന്നു. അവിടെ നിന്ന് ഇത് കംപ്ലീറ്റ് ഈ 2 സൈഡും ഉള്ളത് ഇലക്ട്രോണിക്സിൻ്റെ മാർക്കറ്റാണ്. അകത്തേക്ക് കടകൾ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ വെളിയിലത്തെ ഒരു ഏരിയ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. കടയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടുന്ന് ഈ ലൈറ്റ്സ് വാങ്ങിയായിരുന്നു. ഇതൊക്കെ ഇപ്പോഴും ലാസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ ഈ ലൈറ്റ്സ് ഒക്കെ എന്ത് ക്യൂട്ടാണ് നോക്കുക. ആസ്ട്രോനോട്ട് ലൈറ്റ്സ്, LED ലൈറ്റ്സ്, ചൈനീസ് ലാംപ്സ്, അതുപോലെ തന്നെ ഇത് ബെഡ് സൈഡ് ലൈറ്റ്സ് ആണ്. ഇങ്ങനെ ടാപ്പ് ചെയ്താൽ കളർ മാറും, ടാപ്പ് ചെയ്താൽ ഓണാവും ഓഫാവും. അങ്ങനത്തെ കുറേ ലൈറ്റ്സ് ഉണ്ട്. ഡോറേമോൻ്റെ ലൈറ്റും ഉണ്ടല്ലോ. വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. സോ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഫേക്ക് തൊട്ട് ബാക്കിയുള്ള ഡൈസൻ്റെ ഹെയർ ഡ്രയേഴ്സിൻ്റെ ഫേക്ക് വരെ ഉണ്ട്. മസാജേഴ്സ്, ഇയർപോഡ്സ്, അങ്ങനത്തെ പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഏതുവിൻ്റെ നിങ്ങൾ വ്ളോഗ്സിൽ കണ്ടത് ഇതുപോലത്തെ ഒരു വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ 2 വർഷമായിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ സ്ഥലത്ത് വാങ്ങിയാലും എനിക്ക് തോന്നുന്നില്ല ക്വാളിറ്റീസൊക്കെ വലിയ പ്രശ്നമുണ്ടെന്ന് കേട്ടോ. ഓരോ സ്റ്റാൾസും ഓരോ സാധനങ്ങൾ വെക്കുന്നത്. ഡാഷ് ക്യാമറ, കാറിൻ്റെ ക്യാമറാസ് മാത്രം. ഇതുപോലത്തെ ഒരു സാധനം ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് വേദുവിന് എന്നെ വിളിക്കാനായിട്ട്. പിന്നെ കേബിൾസ്, ട്രിമ്മേഴ്സ്, എന്തോ സാധനം. പക്ഷേ എല്ലാം കോപ്പിയാണ് കേട്ടോ. അതുപോലെ റേറ്റും കുറവാണ്, പക്ഷെ കോപ്പിയല്ല. റോബോട്ട്സിൻ്റെ സാധനങ്ങൾ മാത്രമാണ് കണ്ടോ. റോബോട്ട്സിൻ്റെ കുട്ടികളുടെ ടോയ്സ് പോലത്തെ ഉള്ള കടകൾ. സോ ഡാൻസിങ് റോബോട്ട്, ഫ്ലോട്ടിങ് റോബോട്ട്സ്, സ്ക്രീനുള്ള. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ പറയുമോ, ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിലും കിട്ടും. കിഡ്സ് സ്മാർട്ട് റോബോട്ട് കണ്ടോ. ശേഷേ ആ സംസാരിക്കും കേട്ടാ.
ലബൂബ് സംസാരിക്കുന്ന ടൈപ്പ് ലബൂബ്. ആ ഇത് നോക്ക്, ഇത് എവിടെയാ നമ്മൾ നോക്കുന്നത് അങ്ങോട്ട് കണ്ടു തിരിയും. കണ്ട, ഇതൊരു മ്യൂസിയത്തിൽ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് കാണാം. ഇതൊക്കെ അത്രയും രസമാണ്. അതിനിത് ക്യാമറയാണ്, ഇന്നലെ നാനി ക്യാമറയൊക്കെ പോലെ കുട്ടികളെ നോക്കുന്നുണ്ടോന്നൊക്കെ അറിയാനായിട്ടേ. എല്ലാവരും ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി പോവാണ്. ഇതുപോലെ ടോയ് കാർസും വാച്ചസും സംഭവങ്ങളൊക്കെ. ഞാൻ ഇവിടെ വന്ന് ഓരോ പുതിയ സാധനങ്ങൾ കാണും. എന്താ നമുക്കിത് നാട്ടിലേക്ക് ഇറക്കാൻ കുറച്ച് പാടാണ്. ഈ ഇന്ത്യ ഒഴികെ സിംഗപ്പൂറും ദുബായും അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ. കാരണം ഇന്ത്യയിലേക്ക് നമുക്ക് ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ഭയങ്കര പാടാണ്, ഓൾമോസ്റ്റ് പറ്റില്ല ഇറക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. പക്ഷെ ബാക്കിയുള്ള രാജ്യത്തിലേക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ ഇറക്കാം. പക്ഷെ ഇവിടെ വന്നത് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. വേൾഡിലെ ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ് ബാക്കിയുള്ള സ്ഥലത്ത് വരുന്നതിന് മുമ്പേ ഇവിടെ വന്ന് നമുക്ക് കാണാം. എന്നിട്ട് കറക്റ്റ് ടൈം നമുക്കിത് കൊണ്ടുപോയി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സും നടത്താം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഇതുപോലത്തെ ഇവരുടെ ലോക്കൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. നമ്മുടെ ഇൻഡിവിജ്വൽ പർച്ചേസസിനൊക്കെ വാങ്ങാൻ പറ്റുകയാണ്. ഇവിടെയും എല്ലാം ആ മാർക്കറ്റിൽ എന്തൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം ഇവിടെ ഇതുപോലെ ഇതുകൊണ്ടാണ്. ഇത് ആക്ച്വലി പഞ്ചിങ് സാധനം പോലത്തെ എന്തോ. ഓക്കെ, സോ യാ നമുക്കിതുപോലത്തെ പല രീതിയിലുള്ള ഐറ്റംസ് കിട്ടും. ഇതെന്താ വിഷ്വൽസ്, ഇയർ പിക്കിങ്. ചെവിയിൽ കമ്പിടുന്നവർക്ക് പറ്റിയ സാധനം കേട്ടോ. അത് ക്യാമറയാന്ന് തോന്നുന്നു. അത് കൊള്ളാമല്ലോ. തന്നെ മറ്റേ ഹിഡൻ ക്യാമറ ചെക്ക് ഔട്ട് ചെയ്യുന്ന ഒരു മെഷീനില്ലേ, അതാണ് ഈ സംഭവം എന്ന് തോന്നുന്നു. ഹിഡൻ ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്ന സാധനം. അങ്ങനെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് പ്രൊജക്ടേഴ്സ്. വളരെ ഹൈ ക്വാളിറ്റി പ്രൊജക്ടേഴ്സ് തൊട്ട് വളരെ ചെറുതായിട്ടുള്ള പോർട്ടബിൾ പ്രൊജക്ടേഴ്സ് വരെ വരും. QLED TV ക്വാളിറ്റിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് ഈ ചെറിയ മെഷീനിൻ്റെ ഒക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ വലിയ പ്രൊജക്ടേഴ്സ് രീതിയിൽ പറ്റും. പിന്നെ ഇതുപോലെ സ്ക്രീൻസ്, ഇപ്പം നാട്ടിൽ കുറേ സ്ഥലത്ത് പബ്ലിസിറ്റിക്ക് ഇതുപോലെ സ്ക്രീൻസ് വെച്ചിട്ടില്ലേ. സോ ഇതും 1 പീസ് ഡെലിവറി ഉണ്ട്. ഹോൾസെയിൽ 1 പീസ് ഡെലിവറി അവൈലബിൾ ആണ് ഇവിടെ. ഒരു കാര്യമില്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങുന്നത് പറഞ്ഞില്ല. പവർ ബാങ്ക് വാങ്ങി. ഇതിൽ നമ്മുടെ ചാർജിങ് സ്പീഡും ഡിസ്പ്ലേ എല്ലാം കാണിക്കാൻ നല്ല കളർ കേട്ടോ. നമ്മുടെ ഐഫോണിന് മാച്ച് ചെയ്ത കളർ. എൻ്റെ ഐഫോൺ ഇതുപോലെ സിൽവറാണ്. അപ്പോൾ പക്ക സാധനമാണ്. ഇവിടെ ഒരു അറബീനെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഇത് ഇന്നലെ വാങ്ങി ഒരു ദിവസം ഫുൾ ഉപയോഗിച്ചു. നല്ല ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 15 വാട്ട്സ് വരെ കയറുന്നുണ്ട്. ആൻഡ് നല്ല സാധനം എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പുള്ളി ഇന്ന് വന്ന് 4 എണ്ണം വാങ്ങിയത്. ഡിക്ഷണറി പെന്നാണ്. നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചൈനീസിലേക്ക് ആക്കും, ചൈനീസ് ഇംഗ്ലീഷിലേക്ക് ആക്കും. അപ്പം അത് ഇംഗ്ലീഷ് സ്കാൻ ചെയ്തു അത് ചൈനീസിലേക്ക് ആക്കും. സെയിം തിങ് തന്നെ നമുക്ക് റിവേഴ്സും ചെയ്യാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ ബ്രാൻഡ്സിൻ്റെ ലൈക്ക് ട്രേഡ് മാർക്ക് ഷോറൂംസ് ഉണ്ട്. ആപ്പിൾ, ഉവായി, മറ്റേ ലിനോവോ, HP, DJI ഡ്രോൺസ് ഭയങ്കര വില കുറവാണ്. നാട്ടിൽ 35,000 ഉള്ളത് ഇവിടെ ഒരു 14,500. സോ 60,000-70,000 ഉള്ളത് 30,000 രൂപയൊക്കെ ഉള്ളൂ. ആണ് നമുക്ക് ആക്ച്വലി സാധാരണക്കാർക്ക് വന്ന് ഇൻഡിവിജ്വൽ പർച്ചേസും പുതിയ പ്രൊഡക്ട്സും കാണാൻ പറ്റിയ ഏരിയ. ഈ ഒരു മോളിൽ കണ്ടോ, വേർ ഫാഷൻ മീറ്റ്സ് ടെക് എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. സോ നമുക്ക് വേണ്ട പക്ഷെ കണ്ടാൽ വാങ്ങാൻ തോന്നുന്ന ഐറ്റംസ് അതാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഇതിൻ്റെ അകത്താണ് ഭയങ്കര ഈ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വരുന്നത്. എന്തായാലും ഷവോമിയുടെ വലിയ ഷോറൂമുണ്ട്. എനിക്കൊരു സാധനം കൂടെ വാങ്ങാനുണ്ട് ഷവോമിയുടെ. അവർ ഹെഡ്ഫോൺസിൻ്റെ വാട്ടർ പോർട്ടബിലിറ്റി കാണിക്കാനായിട്ട് ഇതുപോലെ ഫുൾ ടൈം ഇത് മുക്കി വെക്കും. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ഉപയോഗിച്ചും നോക്കാം. സോ അങ്ങനെയാണ് ഇവർക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. മസാജേഴ്സും കുറേ സംഭവമുണ്ട്. ഈ കഴുത്തിൽ മസാജ് ചെയ്ത് നോക്ക്, കൊച്ചു കൈ പോലെ. ഒരു ഡിഫ്യൂസർ വാങ്ങിയ വലിയ വിലയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഇയാൾ 2 ഓയിലും കൂടെ തരാമെന്ന് പറഞ്ഞു. നമുക്ക് നാട്ടിൽ ഓയിൽ 2 എണ്ണം വാങ്ങുന്ന പൈസയാവുന്നുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങാൻ. രക്ഷയില്ല കേട്ടോ ഇവരുടെ മസാജർ. നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ വേറെ സംഭവമൊക്കെ. പക്ഷെ ഇതിൻ്റെ നോക്കി ഇഫക്റ്റ് നോക്ക്. കൈ പോകുന്ന നോക്ക്. ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന പൈസ പോകുന്ന വാക്കറിയില്ല. ഇതൊരു AI നമ്മുടെ എയർപോർട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വളരെ വില പറഞ്ഞൊരു 1000 രൂപയുടെ അടുത്ത കണ്ടേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്. മറ്റേ നോയ്സ് ക്യാൻസലേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ AI ആയിട്ട് ഇവർ പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കും. ഫോൺ മാത്രം ഓൺ ചെയ്ത് വെച്ചാൽ മതി. സോ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ. എന്തായാലും ഒരു 900-800 റുപ്പീസൊക്കെ ഈ ഒരു സംഭവം തരുന്നത് വലിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. പറയുന്നില്ല ബാഗിന്റെ പേര് എന്തായാലും ആരുടെ ആയിരിക്കും ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. ഒരാൾ വാങ്ങാനേ സ്കോപ്പ് ഉള്ളൂ. ഫേസ് കാണിച്ചിട്ടില്ല ആരെ വാങ്ങിയെന്ന് അറിയില്ല.
ഊഹിച്ചാ മതി എല്ലാരും. ഓക്കെ, സോ നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിയ പെട്ടി നിറച്ചില്ലേ, അത് ഫുൾ സാധനങ്ങളാണ്. അതിനുവേണ്ടി പെട്ടി ഇവിടെ നിന്ന് വാങ്ങേണ്ടി വന്നത്. ഞാൻ പറഞ്ഞ വിൽ സിംപ്ലി കീപ്പ് ഓൺ ബൈങ് തിങ്സ്. അത് കഴിഞ്ഞ് ഇനി നേരെ ഇവിടുത്തെ ഒരു കൊക്കോ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹാപ്പനിങ് വൈബുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ടും കൂടെ പോയി ഷെൻസൻ ഒന്ന് ചില്ല് ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഷെൻസൻ്റെ ഒരു ഹിപ്പ് ആ ഒരു എനർജി നമുക്ക് കിട്ടും കേട്ടോ. ഷെൻസനിൽ നല്ല ബീച്ചുണ്ട്, പക്ഷേ ഇന്ന് നല്ല തണുപ്പ്, അങ്ങോട്ട് പോകുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നേരെ അടുത്ത സ്ഥലത്തേക്ക് മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെ കയറി വരുന്നത് ഇതുപോലെ കൊക്കോ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്കൊന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് നോക്കട്ടെ. ഐ തിങ്ക് സോ. ഞാൻ ഇവിടെ വന്നിട്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ വെളിഭാഗം പോകുമ്പോൾ അറിയാം. ഇവിടെ ചെറി ബ്ലോസം സീസൺ ആണ്. അപ്പോൾ ഒരു ഏരിയയൊക്കെ ഉണ്ട് നമുക്കിവിടെ ചെറി ബ്ലോസം. നിങ്ങൾ ജപ്പാനിലും കൊറിയയിലൊക്കെ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് കാണുമ്പോൾ അതിൻ്റെ 1/3 കോസ്റ്റിൽ നമുക്ക് ചൈനയിൽ വന്ന് ഭയങ്കരമായിട്ട് ചെറി ബ്ലോസംസും കാണാം. അത് എത്ര പേർക്കറിയാം? കൊക്കോ പാർക്ക് എല്ലാവർക്കും വിചാരിക്കും ഇതൊരു റെഗുലർ മോളാണ്, പക്ഷെ അല്ല. ഇത് ഇൻഡോർ ഔട്ട്ഡോർ ഒരു മിക്സ് ആൻഡ് മാച്ച് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇൻഡോറും എൻജോയ് ചെയ്യാം, അതുപോലെ തന്നെ ഔട്ട്ഡോറും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഭയങ്കര രസമായിട്ടുള്ളൊരു മോൾ തന്നെ. സ്റ്റാൻലിയുടെ ഒക്കെ ഇത് ഷോറൂം ഇവിടെ വെക്കുന്നു. മോളിൻ്റെ ജസ്റ്റ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീനറി ഉള്ള മോഡേൺ കൺസ്ട്രക്ഷനുള്ള വേറെ എവിടെയും നമുക്ക് ലോകത്ത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, മേ ബി ഒരു പരിധി വരെ തായ്ലൻഡ്. പക്ഷെ ഈ വെതർ കിട്ടില്ലല്ലോ, ഈ ഒരു 20 ഡിഗ്രിയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഷെൻസനിലെ കൊക്കോ പാർക്ക്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് നോ. ഓ, കാണുന്ന മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്, മേളിൽ കാണുന്ന മൊത്തം ഷോപ്സും ആണ്. ആൻഡ് ദെൻ സറൗണ്ടഡ് ബൈ ദീസ് ഹൈ റൈസ് ബിൽഡിങ്സ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടാ. അത് നല്ല വെതർ കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വ്യൂ നോക്കിക്കോ, ഒരു എസ്കലേറ്ററിൽ നിന്ന് പോകുമ്പോൾ ഒരു മോളിൻ്റെ വ്യൂ ആണ്. നോക്ക്. ഓ, നമ്മൾ ടോപ്പ് ഫ്ലോറിൽ വന്ന് ഇതാണ് ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. എന്താ അല്ലേ? എനിക്ക് നമുക്കൊരു ഇലക്ട്രോണിക്സ് മാർക്കറ്റും ഈ ഒരു സ്ഥലവും ഒരു 1 ഡേ വിസിറ്റ് ആക്കിയാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ, ഇത് നമ്മുടെ ശരിക്കുള്ള ഒരു ഐറ്റിനറിയിൽ ഇല്ലായിരുന്നു, പക്ഷേ ഇത് നമ്മൾ ചെയ്താൽ ഐ തിങ്ക് സോ പീപ്പിൾ വിൽ ടോട്ടലി എൻജോയ് ദിസ്. താഴെ എന്തൊക്കെയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ താഴത്തേക്കും പോകണം. ക്രോസിങ്, ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. ഗൊദീവ, ഹാഗൻ ഡാസ്, സോ അത് ഐസ്ക്രീംസും ചോക്ലേറ്റ്സ് ഒക്കെ വേണ്ടവർക്ക് അതും ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേതും ഇതിന് തന്നെ വേറൊരു ഇൻ്റർ കണക്റ്റിംഗ് മോളിൻ്റെ എൻട്രി. സോ നൈസ് നോ, അടിപൊളി. തന്നെ ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഹോളി ലാൻഡ് ബേക്കറി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പ്രൊഡക്ട്സ് അവിടെ തിരക്കുകൊണ്ട് ഞാൻ കാണിക്കാത്തതാ. ഞാൻ നമ്മുടെ നാട്ടിൽ ക്രീം ബണ്ണില്ലേ, അതിൻ്റെ ഒരു 10 ടൈംസ് എക്സൈറ്റഡ് 10 ടൈംസ് ബെറ്റർ ആയിട്ടുള്ളൊരു ബണ്ണാണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ വാങ്ങി എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി സംഭവമാണ് കേട്ടോ ഹോളി ലാൻഡ്. നോക്ക്, ഓഫ്, ആ ക്രീം നോക്ക്, ബൺ നോക്ക്, അടിപൊളിയല്ലേ? അമ്മോ, പാലിൻ്റെ ടേസ്റ്റാ, പാല്. 350 ഇരിക്കട്ടെ എൻ്റെ ഒരു സന്തോഷത്തിന്. ഇത് അടുത്തത് കേട്ടോ, ചോക്ലേറ്റ് ഐസ്ക്രീം. ഇതുപോലെ എടുത്ത് അവർ മുക്കി, ചോക്ലേറ്റിൽ മുക്കി, ഇതുപോലെ ക്രംസിലൊക്കെ മുക്കിയിട്ടാണ് തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. രാത്രിയായി, ഫുൾ ലൈറ്റപ്പായി. രാത്രി ഇവിടുത്തെ ഒരു ഫീല് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്പിരിറ്റ് കയറ്റും, ചേട്ടൻ വാങ്ങും, സ്പിരിറ്റ് കയറ്റും, ചേട്ടൻ വാങ്ങും. ഒരു പെട്ടി കൂടെ നിറപ്പിച്ചിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് വിടാൻ. എന്താ, ഒന്നും പറയില്ലേ? ഒരു വഴിക്കാക്കും നിങ്ങളെ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അപ്പോൾ ക്വാളിറ്റി സാധനങ്ങളാണ് അല്ലേ? പക്ഷെ ദുബായ് കിട്ടുന്ന റേറ്റിന് ഇവിടെ കിട്ടത്തുമില്ല. ഇല്ല, ദുബായിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതൽ. പക്ഷെ ക്വാളിറ്റി വേറെ ക്വാളിറ്റി സാധനങ്ങളുണ്ട്. ദുബായിൽ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെക്കാട്ടി സാധനങ്ങൾ ചീപ്പായി, ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അല്ലേ? ആ, എന്തായാലും പക്ഷെ ആംബിയൻസും ഫുഡും ഇവിടുത്തെ വെതറും എല്ലാം കൂടെ കൊണ്ട് എനിക്കൊന്ന് ഇത്തവണ വന്നവർ ശരിക്കും എൻജോയ് ചെയ്തു. ആൻഡ് ലൈറ്റപ്പ് ഒക്കെ നോക്കുക. ഇനി നേരെ ബുള്ളറ്റ് ട്രെയിൻ പിടിച്ച് ബാക്ക് ടു ഗോങ്ഷോ ഞങ്ങൾ ഇറങ്ങുവാണ്. പക്ഷെ ഇത് കണ്ട ലൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. സാധാരണ ന്യൂ ഇയറിനാണ് എല്ലാ സ്ഥലവും ലൈറ്റപ്പ് ചെയ്തത്. ചൈന വെറുതെ ലൈറ്റ് ചെയ്യും. എനിക്കൊന്ന് ഇവർക്ക് കറണ്ട് ഫ്രീ ആണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് റോഡും ബിൽഡിങ്സും എല്ലാം ലൈറ്റപ്പാണ്. എന്തായാലും നമുക്ക് 1 മണിക്കൂറുണ്ട് ട്രെയിൻ സ്റ്റേഷനിലെത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് നേരെ ഗോങ്ജോയിലേക്ക്. ഇത് വേൾഡ് ഫേമസ് ചോങ്ചിങ് നൂഡിൽസ് ആണ്. ഇത് ഞാൻ ഗോങ്ജോയിൽ എവിടെയും കണ്ടില്ല. സോ ഇത് ഒരു എക്സ്ട്രീംലി സ്പൈസി ഗ്രീൻ പീസും കപ്ലൻഡിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫുൾ സെറ്റപ്പ് പരിപാടിയാണ്. ഇഫ് യു ലവ് സ്പൈസി ഫുഡ് ദിസ് ഇസ് ഹാവൻ. ഇറ്റ്സ് റിയലി ഗുഡ്. നൂഡിൽസ് ആർ ഫ്രഷ്ലി കുക്ക്ഡ്. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സെറ്റപ്പാണ്. അഡിക്റ്റീവ് ആണ് ഈ സംഭവം കേട്ടോ, അഡിക്റ്റീവ്.
മസ്റ്റ് ട്രൈ. പക്ഷെ എക്സ്ട്രീംലി സ്പൈസി അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര സ്പൈസി ആയിരുന്നു. ഞാൻ കഴിച്ച ശരിക്കും ഭയങ്കര സ്പൈസി ആയിരുന്നു. ഇത് നമുക്ക് കഴിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പൈസ് ലെവലാണ്. ഓക്കെ ഗൈസ്, സോ കൺക്ലൂഷൻ ഞാൻ അവിടെ നിന്ന് വെച്ച് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിനിലാണ് ഇങ്ങോട്ട് ഓടി വന്നത്. അത്രയും നേരം ഷെൻസനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഷെൻസൻ ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ആക്കാം നമ്മുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ. കാരണം നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് ചിലപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ ബിസിനസ് ആയിട്ട് തുടങ്ങാൻ പറ്റില്ല, പക്ഷെ കാണേണ്ട ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ഫ്യൂച്ചറിസ്റ്റിക് പ്ലേസ്. ഒരു എത്ര 4 ഡെക്കേഡിൽ ശ്രദ്ധിച്ചേക്കണേ, 40 ഇയേഴ്സിന്റെ അടുത്തായിട്ട് ഒരു 30,000 താമസിക്കുന്ന ഫിഷിംഗ് വില്ലേജ് ആണ് അവരിപ്പോൾ ഇത്രയും വലുതാക്കിയിരിക്കുന്നത്. ഇന്ന് 17 മില്യൺ ആണ്. സോ 30,000 to 17 മില്യൺ ഉള്ള ഒരു അൾട്രാ ഡെവലപ്പ് സിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയല്ലേ നമ്മളൊന്ന് കാണുന്നത്. സോ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ മെയിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളോട് ട്രാവൽ ചെയ്യാൻ ചൈനയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.